ഹായ് ഓൾ വെൽക്കം ടു ടൂസ് അക്കാഡമി. അപ്പോൾ നമ്മൾ കേട്ടിട്ട് EVS കാറ്റഗറി 1 EVSന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. EVSൽ ഇപ്പോൾ വരുന്ന ന്യൂ പാറ്റേൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതും കൂടി അറിഞ്ഞിരിക്കുക, പുതിയ മാറ്റങ്ങൾ എക്സാമുകളിൽ ഏത് തരം ചോദ്യങ്ങളൊക്കെയാണ് കടന്നു വരുന്നതെന്നും കൂടെ നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട നേത്രവൈകല്യം. ഇപ്പൊ കഴിഞ്ഞ തവണത്തെ ലേറ്റസ്റ്റ് EVS എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണിത് കേട്ടോ. താഴെ പറയുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട നേത്രവൈകല്യങ്ങൾ. ഇപ്പൊ പൊതുവെ EVSന് എന്താ പറയാ, നമ്മുടെ സയൻസിലെ പോലെ ഒത്തിരി ഇങ്ങനെ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി കയറി ചോദ്യങ്ങൾ ചോദിക്കാറില്ലായിരുന്നു. എന്നാൽ ഇപ്പൊ അങ്ങനെ ഒരു ചെറിയ രീതി കണ്ടുവരുന്നുണ്ട്. അതിൽ കണ്ണിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ചോദ്യമാണിത്. അതിന്റെ ഓപ്ഷൻസ് ഉണ്ട്. അടുത്തുള്ള വസ്തുക്കളിൽ നിന്നുള്ള പ്രകാശം റെറ്റിനയ്ക്ക് പിന്നിലായി ഫോക്കസ് ചെയ്യപ്പെടുന്നു. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാം. അപ്പൊ എന്താണ്, രണ്ട് പ്രശ്നങ്ങളാണ് തന്നിരിക്കുന്നത്. അടുത്തുള്ള വസ്തുക്കളിൽ നിന്നുള്ള പ്രകാശം റെറ്റിനയ്ക്ക് പിന്നിലായിട്ട് ഫോക്കസ് ചെയ്യപ്പെടുന്നു. അപ്പൊ അത് ഓർത്തിരിക്കുക, റെറ്റിനയ്ക്ക് പിന്നിലായിട്ട് പ്രകാശം ഫോക്കസ് ചെയ്യുന്നു. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാം. അപ്പോൾ ഓരോ ഐ ഡിഫക്റ്റും അത് പരിഹരിക്കേണ്ട ലെൻസിന്റെ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ നോക്കുക, ഓപ്ഷൻ ദീർഘദൃഷ്ടി, ഹ്രസ്വദൃഷ്ടി, അസ്റ്റിഗ്മാറ്റിസം, ഗ്ലൂക്കോമ, ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഏതാന്ന് നോക്കാം. അപ്പൊ കണ്ണിന്റെ ഡിഫക്റ്റുകളെ കുറിച്ച് കുറച്ച് കോൺസെപ്റ്റ് നോക്കാം. ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഉള്ള ഒരു വ്യക്തി ഉപയോഗിക്കുന്ന ലെൻസ്, 2 ദൃഷ്ടി ഉണ്ടെങ്കിൽ അവർ ബൈഫോക്കൽ ലെൻസ് ആണ് ഉപയോഗിക്കുക കേട്ടോ. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപ്പിയ. ഈ പേരും കൂടെ ഓർത്തിരിക്കുക, മയോപ്പിയ അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടി. അപ്പൊ ഹ്രസ്വദൃഷ്ടി എന്താണ്, അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയും. അത് മാത്രം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക, അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരില്ല. അപ്പൊ ഹ്രസ്വദൃഷ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹ്രസ്വം മീൻസ് ഷോർട്ട് സൈറ്റ് ആണ് സംഭവം. അപ്പൊ അടുത്തുള്ള വസ്തുക്കളെ കാണാൻ പറ്റുന്ന ഹ്രസ്വദൃഷ്ടി. ഇനി മയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന കോൺകേവ് ലെൻസ് ആണ് കേട്ടോ, അവതല ലെൻസ് ആണ്. ഇനി അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയും എന്നാണെങ്കിൽ അതാണ് ദീർഘദൃഷ്ടി, ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയും. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ് അല്ലെങ്കിൽ ഉത്തല ലെൻസ്. അപ്പൊ നമ്മുടെ ചോദ്യം ഏതാണ്, കോൺവെക്സ് ലെൻസ് ആണ് അല്ലെ, ദീർഘദൃഷ്ടിയാണ് ആൻസർ വരിക. ഓക്കെ, ഇനി ഹ്രസ്വദൃഷ്ടിയുള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്ന എവിടെയാണ്, റെറ്റിനയ്ക്ക് മുന്നില്. ദീർഘദൃഷ്ടിയുള്ളവരിൽ രൂപപ്പെടുന്ന റെറ്റിനയ്ക്ക് പിന്നിൽ. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന റെറ്റിനയുടെ പിന്നിലിന്റെ കാര്യമാണ് അല്ലെ. ഇനി നേത്ര ലെൻസിന്റെ വക്രത മൂലം വസ്തുവിന്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് വിഷമദൃഷ്ടി അല്ലെങ്കിൽ അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയും. അസ്റ്റിഗ്മാറ്റിസം ഉള്ളവർ ഉപയോഗിക്കേണ്ട ലെൻസ് സിലിണ്ടറിക്കൽ ലെൻസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പറ്റുമെന്നുള്ളവർ കണ്ണ് എന്നുള്ള ഭാഗം ഒന്ന് നോക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചോദ്യവും അതിന്റെ ഉത്തരവും വ്യക്തമായി എന്ന് പ്രതീക്ഷിക്കുന്നു. റോക്കറ്റ് വിക്ഷേപണത്തിൽ നേരിട്ട് ഉപയോഗിക്കപ്പെടുന്ന ശാസ്ത്ര നിയമം ഏതാണ്? ഓംസ് നിയമം, ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം, ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം, ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം. അപ്പൊ നോക്കുക, ഇപ്പൊ കണ്ടോ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തുടങ്ങിയ ഏരിയയിൽ നിന്ന് EVSന് ക്വസ്റ്റ്യൻസ് കയറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, ബേസിക്കലി നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. റോക്കറ്റ് വിക്ഷേപണത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏതാണ്? ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമമാണ് അല്ലെ. എവരി ബോഡി മീൻസ് എന്താണ്, എല്ലാ ആക്ഷനും, എവരി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ളതാണ് മൂന്നാം ചലന നിയമം. ഓക്കെ, അപ്പൊ ഓംസ് നിയമം എന്താണ്, V=IR അല്ലെ. ഈ ഒരു നിയമം ഓർത്തിരിക്കുക. കറണ്ട് വോൾട്ടേജ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്, അതാണ് ഓംസ് നിയമം. ന്യൂട്ടന്റെ ഒന്നാം ചലനവും രണ്ടാം ചലനവും ഒന്ന് നോക്കിയിരിക്കുക കേട്ടോ. ഫോഴ്സുമായി ബന്ധപ്പെട്ട ന്യൂട്ടന്റെ രണ്ടാം ചലനമാണ്, ഇനേർഷ്യയുമായി ബന്ധപ്പെട്ട ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമമാണ് എന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക.
നിരന്തര വിലയിരുത്തൽ, ആത്യന്തിക വിലയിരുത്തൽ എന്നിവയിലെ ഒരു കുട്ടിയുടെ നില കൃത്യമായിട്ട് പ്രതിപാദിക്കുന്ന രേഖ ഏതാണ്? അപ്പൊ എപ്പോഴും 4 ഓപ്ഷനിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നോക്കിയേ, നിരന്തര വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ ഒരു പീരീഡ് ഓഫ് ടൈമിലേക്ക് വേണ്ട കാര്യമാണ് അല്ലെ. അപ്പൊ നോക്കിയേ, പ്രതിഫലനാത്മക കുറിപ്പ്, റിഫ്ലക്റ്റീവ് ജേർണൽ. അപ്പൊ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ളത് അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടീച്ചർ ഒരു ക്ലാസ് എടുക്കുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അല്ലെ, നമ്മുടെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഒക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അത് ഇതുമായിട്ട് ബന്ധമില്ല. ദൈനംദിന സൂത്രണ രേഖ, അപ്പൊ ഓരോ ദിവസത്തെ ഇവന്റുകൾ എഴുതുന്ന അത് ദൈനംദിന സൂത്രണ രേഖ എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി എന്താണ്? ഒരു നിരന്തര വിലയിരുത്തലാണ് നമുക്ക് വേണ്ടത് അല്ലെ. അപ്പൊ അത് ഒരെണ്ണം വരുന്നുണ്ട്. പിന്നെ അത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാം. പഠന പുരോഗതി രേഖ, സഞ്ചിത രേഖ. സഞ്ചിത രേഖ എന്ന് പറയുമ്പോൾ എന്താണ്? ക്യുമുലേറ്റീവ് റെക്കോർഡ്, അതായത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കുറച്ചും കൂടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് എന്താണ്? സഞ്ചിത രേഖയും വരാം, പഠന പുരോഗതി രേഖയും വരാം അല്ലെ. അപ്പൊ ഇതിനകത്ത് നോക്കുക, നിരന്തര വിലയിരുത്തൽ, ആത്യന്തിക വിലയിരുത്തൽ അല്ലെ, ആ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള വിലയിരുത്തൽ, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു കുട്ടിയുടെ നില കൃത്യമായിട്ട് പ്രതിപാദിക്കുന്ന രേഖ ഏതാണ്? ഏതാണ് വരുന്നതെന്ന് അറിയോ? പഠന പുരോഗതി രേഖയാണ്. അപ്പൊ സഞ്ചിത രേഖ പല എക്സാമുകൾക്കും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ പഠന പുരോഗതി രേഖ എക്സാമ്പിൾ ഇല്ലെങ്കിൽ സഞ്ചിത രേഖയൊക്കെ യൂസ്, ക്യുമുലേറ്റീവ് റെക്കോർഡിന് വേണ്ടിയിട്ട് നമുക്ക് സഞ്ചിത രേഖ, നിരന്തര വിലയിരുത്തൽ നമുക്ക് സഞ്ചിത രേഖയൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് പഠന പുരോഗതി രേഖ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു ആത്യന്തിക വിലയിരുത്തൽ അല്ലെ, ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു വിലയിരുത്തലിനൊക്കെ സഹായിക്കുന്ന എന്താണ്? പഠന പുരോഗതി രേഖയാണ്. ഓക്കെ, അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് എങ്ങനെയാ? അപ്പൊ നമുക്ക് ഇതിലൊരു കൺഫ്യൂഷൻ വന്നു അല്ലെ. അപ്പൊ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇങ്ങനത്തെ ഒരു സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ അതിലേതാണ് ബെറ്റർ എന്ന് നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യണം, അതിന് നമ്മൾ എങ്ങനെ ചിന്തിക്കണം എന്നുള്ളതൊക്കെ അതൊക്കെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോവാൻ എന്ന് നമ്മൾ പറയുന്നതിന്റെ ഒരു റീസൺ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ എന്നീ മൂലകങ്ങൾ അടങ്ങിയിരിക്കുന്ന പോഷകം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പോ ഇതെങ്ങനെയാ നമുക്കറിയാം ഗ്ലൂക്കോസിന്റെ ഫോർമുല നിങ്ങൾക്ക് അറിയാലോ. ഗ്ലൂക്കോസ് നിങ്ങൾക്ക് ഒരൊറ്റയടിക്ക് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതാണ്, ക്ലിക്ക് ആവേണ്ടതാണ്. പക്ഷെ ആ ഒരു ഫോർമുലയും മറ്റു കാര്യങ്ങളൊക്കെ അറിയുന്നവർക്ക് അല്ലെ, അതിന്റെ കമ്പോണൻസും കാര്യങ്ങളൊക്കെ അറിയുന്നവർക്കാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ അതിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? C6H12O6 ആണ് അല്ലെ. അപ്പൊ ഇതാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജനേ ഉള്ളൂ, നൈട്രജൻ ഇല്ല അല്ലെ. ഇനി നോക്കിക്കേ, സെല്ലുലോസ് എന്ന് പറഞ്ഞാലും ഗ്ലൂക്കോസിന്റെ ഫോം ആണ്, ഗ്ലൈക്കജൻ എന്ന് പറഞ്ഞാലും ഗ്ലൂക്കോസിന്റെ ഫോം ആണ് അല്ലെ. അപ്പൊ പിന്നെ ഏതാണ്? മാംസ്യമാണ്. ഇങ്ങനെ നമുക്ക് എടുക്കാം. അതേപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, പ്രോട്ടീനിൽ എന്തൊക്കെയുണ്ട്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആൻഡ് നൈട്രജൻ അല്ലെ. അമിനോ ആസിഡ്സ് ആണ് അതിന്റെ മോണോമർ എന്ന് പറയുന്നത് അല്ലെ, പ്രോട്ടീനിന്റെ. അപ്പൊ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജനും നൈട്രജനും ഉള്ളത് ഏതിലാണ്? പ്രോട്ടീനിലാണ്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായി തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ കാരണം എന്താണ്? അപ്പൊ നിങ്ങൾക്കറിയാം CV രാമനുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പൊ അതിനകത്ത് ജന്മദിനമല്ല, രാമൻ പ്രഭാവം, അതായത് ഡിസ്കവറി ഓഫ് രാമൻ ഇഫക്റ്റ് കണ്ടുപിടിച്ച ദിവസമാണ് ഫെബ്രുവരി 28 എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അത് നമ്മൾ ശാസ്ത്ര ദിനമായിട്ട് ഫെബ്രുവരി 28 ആചരിക്കുന്നത്. CV രാമനാണ് രാമൻ ഇഫക്റ്റ് കണ്ടുപിടിച്ചതെന്നും കൂടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിവയിൽ ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ് ഏതാണ്? തടാകങ്ങൾ, നദികൾ, ഹിമാനികൾ, ഹിമപാളികൾ, ഭൂഗർഭജലം, കിണറുകൾ, കുളങ്ങൾ. ഓക്കെ, ഏതാണ് ആൻസർ വരെ? ഹിമാനികളും ഹിമപാളികളുമാണ് ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുതിയ അറ്റംപ്റ്റുകൾ നമ്മുടെ ക്വസ്റ്റ്യൻസിൽ വരുന്ന പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബേസിക്കലി നിങ്ങൾ EVS, നമ്മുടെ ഇക്കോസിസ്റ്റം, അഗ്രികൾച്ചർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കണം. അതിൻ്റെ കൂടെ പുതിയ പാറ്റേണുകൾ മനസ്സിലാക്കിയിട്ട് ചെറിയൊരു പഠനത്തിന് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. EVS എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് പ്രതീക്ഷിക്കാം. ഒരു തവണ സ്വാമിനാഥന്റെ
MS സ്വാമിനാഥൻ്റെ ഗ്രീൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സിൽ പ്രാധാന്യമുള്ള സമയത്ത് നമ്മുടെ EVSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അല്ലാതെ രണ്ട് ചോദ്യത്തോളമൊക്കെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് EVSൻ്റെ ക്വസ്റ്റ്യനിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഡെയിലി പത്രം വായിക്കുക, അങ്ങനെ ജനറൽ ആയിട്ടൊരു നോളജ് കീപ്പ് ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡീപ്പായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുകയൊന്നും വേണ്ട, ഡെയിലി പത്രമൊക്കെ വായിക്കുന്നവരാണെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ക്വസ്റ്റ്യനുകളാണ് അതിനകത്ത് കറണ്ട് അഫയേഴ്സ് എന്ന് വരിക. പിന്നെ നമുക്കറിയാം ഇക്കോസിസ്റ്റം, അഗ്രികൾച്ചർ, ഡിസീസുകൾ, ഫസ്റ്റ് എയ്ഡ് തുടങ്ങിയ ടോപ്പിക്കുകളൊക്കെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് EVS എക്സാമിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ എല്ലാവരും നോക്കുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഇത്തവണ തന്നെ എക്സാമിന് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.